ഞാൻ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് പരിചയപ്പെടുത്താം. അടുത്തതായി ഞാൻ അടുത്ത് പോകുന്നത് മിസ്റ്റർ പ്രാഞ്ചി. ഞങ്ങൾ ഓമന പേരിൽ അരുൺ ഫ്രാൻസിസ് എന്ന് വിളിക്കും. പ്രാഞ്ചിക്ക് ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പ്രാഞ്ചി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ട്രിപ്പ്, ഈ വാൽപ്പാറ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ അഭിപ്രായത്തിൽ എന്താണ്? വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിലേത് പ്രധാനപ്പെട്ട സംഭവമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഇഷ്ടപ്പെട്ടത് നമ്മുടെ മങ്കി ഫാൾസ് ആണ്. മങ്കി ഫാൾസിലെ എന്ത് സംഭവമാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്? അവിടെ കുറേ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അതിലേത് വെള്ളച്ചാട്ടമാണ് ഇഷ്ടമായത്? മങ്കികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ ഇഷ്ടമാണ്. മങ്കികളായിട്ട് സഹവാസവും അതൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെന്തുകൊണ്ടാണ് മങ്കികളുടെ സ്വഭാവമായ കാരണം മങ്കികളുടെ കൂടെ കളിക്കാനും മങ്കിയെ പോലെ നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നൊന്നുമില്ല. അതാണ് ഇപ്പൊ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് വന്നത്? ഇത് ഏതാ സ്ഥലം? ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇതാണ് പൂൾമലൈ അരുവി. ഓക്കെ, ഇത് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എന്തിനാണ് വന്നത്? കുളിക്കാനായിട്ട് വന്നത്. വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ച് വന്നതാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എന്ത് തോന്നുന്നു? ഇവിടുത്തെ ഒഴുക്ക് എന്താണ്? ഇവിടെ കാണുന്നത് ഒഴുക്ക് കൂടുതലാണ്. കുളിക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ഒഴുക്കാണ്. കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വി കാൻ ഗോ ദേർ. ഓ, അല്ല, ഈ തണുപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? Very cool. We can't take that of my energy. That's why I came here. Okay. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. കുളിക്കാത്ത ഒരാളുടെ അടുത്തോട്ട് പോവാം. ഇതാ എന്റെ തൊട്ടടുത്ത് തന്നെ കുളിക്കാതെ ഇരിക്കുന്ന ഒരാളുണ്ട്. മിസ്റ്റർ ബൂൺ വർഗീസ് ഫ്രം കോട്ടപ്പടി. ബൂൺ വർഗീസിന് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ ഈ ട്രിപ്പിനെ കുറിച്ചും ഈ സ്ഥലത്തെ കുറിച്ചും. ഇപ്പൊ തന്നെ നമ്മുടെ സുഹൃത്തായ അരുൺ പ്രാഞ്ചി പറഞ്ഞു, ധൈര്യമില്ലാത്ത തണുപ്പ് കേൾക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഈ മനോഹരമായ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാത്തത് എന്ന് പറയുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഓൾറെഡി ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി, മങ്കി ഫാൾസ്. അപ്പൊ ഒരു ദിവസം ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങൂ, അങ്ങനെയുണ്ട്. രാവിലെ കാലത്ത് ബൂൺ കുളിച്ച കാരണമാണ് പിന്നെ കുളിക്കാത്തത്. അപ്പൊ പ്രാഞ്ചി കുളിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ കണക്കൂട്ടില്ല. അപ്പൊ കക്കൂസിലെത്തി നോക്കാറുണ്ടോ? പിന്നെ എങ്ങനെയാണ് കുളിച്ചിട്ടില്ല എന്ന് പറയുന്നത്? നടത്തും ഭാവഭേദങ്ങളൊക്കെ കണ്ടിട്ട് കുളിക്കാത്ത പോലെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് കുളിക്കാത്ത മറ്റൊരാളുടെ അടുത്തോട്ട് പോവാം. മിസ്റ്റർ ജോർജ് മാത്യു എന്ത് ചെയ്യുന്നു? കുളിസീൻ, അങ്ങനെ പ്രാഞ്ചിയുടെ കുളിസീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോർജ് മാത്യു. ഇത് കേട്ടോടെ ജോർജ് കേട്ടവാതി കേൾക്കാത്തവാതി പ്രാഞ്ചി വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി ഒളിച്ചിരിക്കുന്നു. ജോർജ് മാത്യുവിന് ഇന്നത്തെ ടൂറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ടൂർ വളരെ സംഭവബഹുലമായിരുന്നു. ഇത് ഈ ടൂറിൽ ഏറ്റവും ഇഷ്ടമായ സംഭവം എന്തായിരുന്നു പ്രാഞ്ചി? ഒരുമിച്ചിരുന്ന് ചീട്ട് കളിച്ച് വെള്ളമടിച്ച സംഭവമാണ് ഏറ്റവും ഇഷ്ടമായത്. ഏത് തരം വെള്ളമാണ് കൂടുതൽ കഴിക്കാറ്? 7up ആണോ, മറ്റേ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ഒരു ബിയറോ? അതിലേതാണ് ഏറ്റവും കൂടുതൽ? ഓൺലി 7. അപ്പൊ ഇതിൽ ആരാണ് കൂടുതലായിട്ടും 7up കുടിക്കുന്ന ഒരാള്? ഏറ്റവും കൂടുതൽ 7up കുടിച്ചിരിക്കുന്നത് ഫ്രെഡി തരകൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കുടിച്ച ആള് അത് കലക്കി. അപ്പൊ ഇനി അടുത്തതായിട്ട് ജോർജ് മാത്യുവിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ ടൂറിനെ കുറിച്ച്? എന്തെങ്കിലും വേണ്ടായിരുന്നു, എന്തെങ്കിലും കൂടുതൽ ചേർക്കാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും? ഒന്നും അങ്ങനെ പ്രത്യേകിച്ച്. അപ്പൊ അടുത്ത് നമ്മള് ഒരു പ്രത്യേക സംഭവം നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഒരു പ്രത്യേക സംഭവം പ്രാഞ്ചിയുടെ പ്രത്യേകമായ ഒരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനം ആണെന്നാണ് പറയുന്നത്. ഇത് പ്രാഞ്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പ്രാഞ്ചിയുടെ കാലുകൾ കിടന്ന് വിറയ്ക്കുകയാണ്. ഇതെന്താണ്? ക്യാമറ പതുക്കെ മുകളിലോട്ട് ഇല്ല, അവിടെ തന്നെ നിർത്തി. അപ്പൊ അത് ഇല്ല, പൊന്തിയിട്ടില്ല. അടുത്തത് നെക്സ്റ്റ് പോകുന്നത് മിസ്റ്റർ ഷിജുവിന്റെ അടുത്തേക്കാണ്. ഷിജുവിന് ഈ ടൂറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താണ് ജയന്റെ ആരെങ്കിലും ആണോ? എന്താണ് ഈ ജയനാവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കയ്യിൽ എന്തോ ഒരു കെട്ടൊക്കെ ഉണ്ടല്ലോ, അത് വേറെ ക്യാമറയുടെ ഒരു ഇതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, മറ്റു സംഭവങ്ങളൊന്നുമല്ല. അതെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലിപ്പിലോട്ട് കടത്തിരിക്കുകയാണ്. അപ്പോൾ പറയൂ ഷിജു, എന്താണ് ഇന്നത്തെ ടൂറിൽ ഏറ്റവും ഇഷ്ടമായത്?
എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. പ്രകൃതി ഇഷ്ടമായോ? രമണി ഇഷ്ടമായോ? രമണി കൊള്ളാം, ജാനകി ഷർട്ട് മാറിയത് ഇഷ്ടമായോ? അതാണ് അതിന്റെ ഏറ്റവും വലിയ ഫോട്ടോ എടുപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഫോട്ടോ എടുപ്പ് അടിപൊളി. വളരെ നന്നായിരുന്നു. 5 ഷർട്ട് എനിക്ക് കിട്ടണം. 5 ഷർട്ട് ഇടണമെന്നുണ്ട്. എത്ര ഷർട്ട് ഇട്ടു? 2 ആയിട്ടുള്ളൂ. 2 ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഇനി എന്തേലും ഷിജുവിന് എന്ത് പറയാ, എല്ലാരും എന്റെ പോലെ നന്നായി ജീവിക്കണം. എല്ലാരും ജീവിക്കണം. എല്ലാരും ഷിജുവിനെ പോലെ നന്നായി ജീവിക്കണം. എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? അടിപൊളി ടീം. ഇനി ഷിജോ വെള്ളം അടിക്കോ? വെള്ളമേ അടിക്കുവോ? ഓക്കെ, നമ്മളിനി അടുത്ത കാൻഡിഡേറ്റ് ആയ മിസ്റ്റർ അരുൺ വർഗീസിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. നമ്മളുടെ കണ്ണിലുണ്ണിയായ മിസ്റ്റർ വാറുണ്ണിയുടെ 2 ഡയലോഗുകളാണ് നമുക്കിനി ആവശ്യം. വാറുണ്ണിയെ ഞാൻ അടിമുടി ക്യാമറയിൽ പകർത്തുകയാണ്. ഓക്കെ, വാറുണ്ണിക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളച്ചാട്ടത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? വെള്ളച്ചാട്ടത്തിന്റെ കളകള ശബ്ദവും കിളകള ശബ്ദവും എല്ലാം എന്ത് തോന്നുന്നു? ഒന്ന് വെള്ളച്ചാട്ടത്തിൽ നോക്കൂ. എല്ലാവരും നോക്കൂ. എങ്ങനെയാണ് നിങ്ങൾ 2 വാക്കിൽ വർണ്ണിക്കുകയാണെങ്കിൽ എന്ത് പറയും? വളരെ മനോഹരമാണ്. ഇറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട് എന്ത് പറ്റി ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടത്തിൽ എന്ത് പറ്റി ഇറങ്ങാൻ പറ്റാതിരുന്നത്? തണുപ്പാണ്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര തണുപ്പാണ്, നിനക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഡ്രങ്ക് ഓർ ഡൈ. അപ്പൊ അടുത്തതായി നിങ്ങളെ എല്ലാം ഇന്റർവ്യൂ ചെയ്ത ഞാൻ തന്നെ ചോദ്യങ്ങൾ ആർക്കുവാണെങ്കിലും ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. എന്താ, ആർക്കും ചോദ്യങ്ങളില്ലേ? എന്താണ് അഭിപ്രായം ഈ ടൂറിനെ പറ്റി? ടൂർ വളരെ നന്നായിരുന്നു. പ്രാഞ്ചിയുടെ തമാശകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. സന്തോഷം. അന്താക്ഷരി കളിച്ചത് വളരെ